എല്ലാവർക്കും ബിനിതാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ റോസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായി 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. ചിക്കൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ വേവുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഒരു ബൗളിലോട്ടേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സവാള ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ വാട്ടിയെടുക്കണം. സവാള വാടി വന്നതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/2 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കാം.
1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും ടേസ്റ്റിയുമായ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പത്തിനൊപ്പവും ചോറിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.